ഇപ്പോഴും സപ്പോർട്ടായിട്ട് വരുന്നിരിക്കുന്ന ആൾക്കാരെ ഒന്നും നമ്പരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവറ്റകളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഷെഫീന ബീബി മാത്രമാണ്. ഹലോ ഗൈസ്, നമസ്കാരം. ഇതൊരു റിയലി ഇമ്പോർട്ടൻറ്റ് കാര്യം ഞാൻ പറയാനാണത്. ഞാൻ എന്ത് ചെയ്തു, അപ്പം നമുക്കിത് നോക്കാം. ഞാനിന്ന് എന്തൊക്കെ ചെയ്തത്. ഓക്കെ, ഞാൻ എന്നെ തിന്നു. ഞാൻ തിന്നുന്നത്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചിട്ട് ദയാ സുജിത്ത് ഇപ്പോഴും വീണ്ടും വന്നിട്ടുണ്ട്. അമ്മേനെയും കൂട്ടിയിട്ടാണ് വന്നത്. അതായത് ഞാൻ എന്താണ് ചെയ്തത്? ഒന്നും ചെയ്തിട്ടില്ല മോളെ, ഒന്നും ചെയ്യരുത്, ഒന്നും ചെയ്തിട്ടുമില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അവരൊന്നും ചെയ്തിട്ടില്ല. അവരെന്തല്ലേ ചെയ്തത്? അവർ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പബ്ലിസിറ്റി വേണമായിരുന്നു. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ആ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ അങ്ങ് എടുത്തിട്ടു, അത്രയേ ഉള്ളൂ പബ്ലിക്കിൻ്റെ ഇടയിലേക്ക്. അല്ലാതെ ആ കുട്ടി വേറെ ഒന്നും ചെയ്തിട്ടില്ല. അതിന് റീച്ചും കിട്ടിയില്ലേ? നല്ല രീതിയിൽ റീച്ച് കിട്ടിയില്ലേ? ആ കുട്ടി തന്നെ പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറഞ്ഞത് അച്ഛനാണ്, വേറെ ആരുമല്ല. അച്ഛൻ പറഞ്ഞു യൂട്യൂബ് ചാനൽ തുടങ്ങി. എന്തിനാ പറഞ്ഞത്? അച്ഛൻ പൈസ തന്ന് മടുത്തു. അതായത് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ വീട്ടിൽ മക്കളുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ദയാ സുജിത്തിനെയോ അല്ലെങ്കിൽ എന്താ വേണ്ടേ മഞ്ജുപിള്ളയൊന്നും നിങ്ങളൊരു റോൾ മോഡലാക്കിയിട്ട് ജീവിക്കാൻ പറയരുത്. ഇതിൻ്റെ അകത്ത് ഞാൻ കണ്ടു, അതായത് നിന്നെ പോലെയുള്ള മകൾ എനിക്കുണ്ടെങ്കിൽ എൻ്റെ പൊന്നു മക്കളെ, അതായത് ഈ കുട്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തത് എന്താണെന്നറിയാം. അച്ഛൻ പൈസ തന്നു മടുത്തത് കൊണ്ട് അച്ഛൻ പറഞ്ഞത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന്. അമ്മയുടെ അടുത്ത് നിന്നും പൈസ വാങ്ങിക്കും. ഈ അച്ഛനോടും അമ്മയോടും ഈ കുട്ടി പറഞ്ഞെന്താണെന്നറിയാം, നിങ്ങൾ തമ്മിൽ ചേരണ്ട. അതായത് സെപ്പറേറ്റ് ആകാൻ വേണ്ടിയിട്ട് മുൻനിരയിൽ നിന്നത് ഈ കുട്ടി തന്നെയാണെന്നാണ് പറയുന്നത്. ആര്? ഈ ദയ എന്ന് പറയുന്ന മകള്. നമ്മളെ വീട്ടിലൊക്കെ അച്ഛനും അമ്മയും തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളെന്താ ചെയ്യുക? ഇവരെ എങ്ങനെയെങ്കിലും ഒന്ന് യോജിച്ച് കൊണ്ടുപോകാനല്ലേ നമ്മൾ നോക്കുക. പക്ഷെ നമ്മുടെ ദയക്കൊച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇത് ഇന്നല്ലാട്ടാ, അത് പണ്ടൊരിക്കൽ ഞാൻ ഒരു ഇന്റർവ്യൂവിൽ എന്തോ കേട്ടതാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന്, അച്ഛനും അമ്മയും സെപ്പറേറ്റ് ആണ്, അവർ ഒരുമിച്ച് നിൽക്കണ്ട എന്നുള്ള ഇതിൽ. അതിന് മകളാണ് മുൻകൈ എടുത്തത് എന്നുള്ള തരത്തിൽ. ഏതായാലും അതവിടെ നിൽക്കട്ടെ. ഒരു കാര്യം ഞാൻ കൂടെ അറിയാം. ഇപ്പം അച്ഛൻ പറഞ്ഞു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ, അമ്മ പറഞ്ഞു യൂട്യൂബ് ചാനലിൽ റവന്യൂ വരാനായില്ലേ. ഏതായാലും ഇപ്പോഴൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. നല്ല രീതിയിലുള്ള റവന്യൂ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇഷ്ടംപോലെ റവന്യൂ വരും. കാരണം എന്താ വെച്ചാൽ അതിനൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫോട്ടോ തന്നെയാണ്. ആ ഫോട്ടോ ഇട്ടത് കൊണ്ട് മാത്രമാണ് ഇതുവരെ അറിയാത്ത ആൾക്കാർക്ക് മഞ്ജു പിള്ളയ്ക്ക് ഇങ്ങനെയൊരു മകളുണ്ടോയെന്ന് ആർക്കും അറിയില്ലായിരുന്നു. അതുപോലെ തന്നെ സുജിത്ത് എന്ന് പറയുന്ന സംവിധായകനെ പോലും ആർക്കും അറിയില്ലായിരുന്നു. അദ്ദേഹം പൃഥ്വിരാജിൻ്റെ പല സിനിമകൾക്കും ക്യാമറയും കാര്യങ്ങളൊക്കെ ചലിപ്പിക്കുന്ന ആളാണ്. അതുപോലെ തന്നെ ഓട്ടോറിക്ഷ എന്നിങ്ങനെയുള്ള സിനിമകൾ സംവിധാനം ചെയ്ത വ്യക്തിയാണ്. ഇങ്ങനെയുള്ള മനുഷ്യന്മാരെയൊക്കെ അറിയാൻ തുടങ്ങിയത് എപ്പോഴാണ്? ഈ ഒരു പിക്ചർ ഇട്ടതിന് ശേഷമാണ്. അപ്പോൾ അതിൽ റിയാക്ട് ചെയ്തത് ആരാണ്? ഷെഫീന ബീബിയാണ്. ആ ഒരു റിയാക്ഷൻ അങ്ങ് ഒരു ദിവസം കൊണ്ട് കഴിഞ്ഞു പോകുന്നതായിരുന്നു. പക്ഷെ ഷെഫീന ബീബി കുറച്ച് കടന്ന് ചിന്തിച്ചു പോയി. അതുകൊണ്ട് തന്നെ എന്താ, ദയാ കൊച്ചിനോട് എല്ലാവരും പറഞ്ഞു, മോളെ ഷെഫീന ബീബിനെ വെറുതെ വിടാൻ പാടില്ല. കാരണം നിന്റെ കാര്യം ചെറുതായിരിക്കാം, പക്ഷെ അതിലും വലിയ കാര്യം ഞങ്ങൾക്ക് പറയാനുണ്ട്. ഞങ്ങളെ ചവിട്ടി അരച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഷെഫീന തീത്തയെ നമുക്ക് വെറുതെ വിടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കുറേ എണ്ണങ്ങ് കയറി മേഞ്ഞു. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അല്ലാതെ ഈ ദയാ കൊച്ചിനോ അതിൻ്റെ അച്ഛനോ അമ്മക്കോ അവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പബ്ലിക്കിലിടുമ്പോഴെന്ന് പറഞ്ഞാൽ കമൻറ്റുകൾ വരും, റിയാക്ഷൻ വരും, ഇതൊക്കെ വരും. ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത് കേട്ട് ഇത് കേട്ട് അങ്ങ് വിടും, അത്രയേ ഉള്ളൂ. പക്ഷെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറേ ആൾക്കാർ വന്നിട്ട് അങ്ങ് എന്താ പറയേണ്ടത്, കുറച്ച് ഞോണ്ടിക്കൊടുത്ത്. അതായത് അതുവരെ എന്ന് പറഞ്ഞാൽ ഈ ദയാ സുജിത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ, ഈ ദയാ സുജിത്ത് അല്ലെങ്കിൽ മഞ്ജു പിള്ള ഇവരെയൊക്കെ കുറ്റം പറഞ്ഞവർ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെഫീന ബീബി ഇങ്ങനെ പറഞ്ഞപ്പോൾ അവർക്കെതിരായി മാറി. അതായത് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ദയക്ക് ഇതിനുള്ള അധികാരമുണ്ട് എന്നുള്ള തരത്തിലാണ് ഇവരൊക്കെ വീഡിയോ ചെയ്തത്. അതായത് എത്ര പെട്ടെന്നാണ് ഇവരൊക്കെ അങ്ങ് മാറിയത് എന്നറിയാം. ഒരു നിമിഷ നേരം കൊണ്ട് മാറി എന്നുള്ളതാണ്. അപ്പൊ ഇന്നലെ അമ്മയും മകളും വന്നിട്ട് ഇപ്പോഴും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അമ്മ പറയുന്നുണ്ട് എന്തൊക്കെയായാലും കയറ് എൻ്റെ കയ്യിലാന്ന് ഒരു തേങ്ങാക്കൊലിയില്ല. അതായത് ആ മകള് പറയുന്നത് പോലെയാണ് അവിടെ അമ്മയും അച്ഛനും അനുസരിക്കുന്നത്. അതിൽ വലിയ ഡെക്കറേഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതായത് ദയാ സുജിത്ത് കാണിച്ചതൊന്നും ഒരു കുഴപ്പമല്ല. പക്ഷെ നമ്മൾ ആരും അനുകരിക്കരുത്. നമ്മൾ അനുകരിക്കാനേ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അതിനുള്ള കാരണങ്ങളും ഇതൊക്കെ ഉണ്ടാകും. പക്ഷെ നമുക്കതൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ ഒരു പിന്നെന്താ പറയുക ഈ പബ്ലിക് സിനിമയും കാര്യങ്ങളുമായിട്ട് ബന്ധമില്ലാത്തവൻ ഒരിക്കലും തങ്ങളെ മക്കളെയും ഇതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധിക്കാനോ അല്ലെങ്കിൽ വേറൊരു തരത്തിലൊന്നും പാടില്ല. എൻ്റെ മക്കളെ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു തലത്തിൽ ചിന്തിക്കുന്നവരാണ്.
പിന്നെ വേറൊരു കാര്യം, ഇനിയും ഞാനിടും അല്ലെങ്കിൽ ഇനിയും ഞാനൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ പൊന്നു കൊച്ചേ, ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ ആരായി കഴിഞ്ഞാലും നമ്മൾ നല്ല രീതിയിലുള്ള ഡ്രസ്സ് ഇട്ട് വരണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമല്ലേ. നമ്മൾ എന്തിനാണ് ജോലി ചെയ്യുന്നത്? ഡ്രസ്സ് വാങ്ങിക്കാനല്ലേ. അതെന്ന് പറയുന്നത് നമ്മൾ നല്ല ഇതായിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞാൽ മഞ്ജുപിള്ളേൻ്റെ മകളാണ് കണ്ട എന്താ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ സുരേഷ് ഗോപിൻ്റെ മക്കൾ വരുമ്പോൾ എന്താ ബഹുമാനം, അതുപോലെ തന്നെ നമ്മുടെ ലാലേട്ടൻ്റെ മകൾ വരുമ്പോൾ എന്താ ബഹുമാനം. എന്തുകൊണ്ടാ? അവരൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദിലീപിൻ്റെ മകള്, ദിലീപിൻ്റെയും അതുപോലെ തന്നെ മഞ്ജു വാര്യരുടെയും മകള്, അങ്ങനെയാണെങ്കിൽ മഞ്ജു വാര്യരുടെയും ദിലീപിൻ്റെയും മകൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ എത്രമാത്രം വേഷങ്ങൾ കെട്ടാ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. പക്ഷെ കെട്ടുന്നുണ്ടോ? ഇല്ല. അതെന്തുകൊണ്ടാ? അച്ഛനും അമ്മയും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ വീട്ടിലെ കൊച്ചുങ്ങളെ ഏത് ഡ്രസ്സ് ഇടണമെന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് യാതൊരു ഇതുമില്ല. ഇതൊന്നും ഒരു വസ്ത്ര സ്വാതന്ത്ര്യമൊന്നല്ല. ഇതൊരു കൂട്ടം ആൾക്കാരുണ്ട് ഷെഫീന ബീബിയോട് പകയല്ലേ. അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഷെഫീന ബീബിയെ പിടിച്ച് കിട്ടിയല്ലോ, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, 4 വീഡിയോ ഇടാം. ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ ഷെഫീന ബീബി ഞോണ്ടിക്കൊണ്ടുവരുന്ന സമൂഹത്തിന് വിപത്തായി മാറുന്ന ചില ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ചില മയക്കുമരുന്നുകളായാലും അതുപോലെ പെണ്ണുപിടിയന്മാരായി കഴിഞ്ഞാലും പിന്നെ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവൻ്റെ ജീവിതം നശിപ്പിക്കുന്നവരായാലും ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഭയമുണ്ട്. ആ ഭയം തന്നെയാണ് ഷെഫീന ബീബിക്കെതിരെ ഇവരൊക്കെ തിരിഞ്ഞത് എന്നുള്ളതാണ്. ഷെഫീന ബീബി അങ്ങ് ഇതോട് കൂടിയിട്ട് മൗനിയാക്കും എന്നുള്ള തരത്തിൽ ഇവിടെ കുറേ ആൾക്കാർ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. ഏതായാലും ഇന്നലെ ഇപ്പോഴും ദയാ സുജിത്തിൻ്റെ ആ ഒരു വീഡിയോ വന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ സംഭവങ്ങൾ. അതായത് ആ കൊച്ച് അതിൻ്റെ ഇതിൽ മാത്രമേ നടക്കത്തുള്ളൂ. അല്ല നിങ്ങൾ പോയിട്ട് എല്ലാവരും പോയിട്ട് വേണമെങ്കിൽ നിങ്ങൾ വിമർശിച്ചോ, എന്താ കൊച്ചാ ഇതൊക്കെ എന്ന് പറഞ്ഞ് വിമർശിച്ചാൽ ഒന്നും വിഷയമല്ല അവർക്കൊന്നും. കാരണം അവർക്ക് എല്ലാവർക്കും അറിയാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവരൊക്കെ ഇത് ചെയ്യുന്നത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അയ്യോ എന്ന് നോക്കട്ടെ, ഇത് ആരെങ്കിലും എന്തെങ്കിലും പറയോ, അയ്യോ എന്തെങ്കിലും പറയോ എന്ന് ചോദിച്ചിട്ടൊന്നും അല്ല. കൃത്യമായിട്ട് അവർക്കറിയാം. പിന്നെ വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊക്കെ വരുമ്പോഴേ പല ആൾക്കാരും പറയുന്ന സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾ എന്താണ് ഈ സ്വാതന്ത്ര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ ഇപ്പോഴും കുറേ നാൾ മുമ്പ് കൊച്ചി കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരു കൂട്ടം മോഡലുകൾ, ആ മോഡലുകളെ ദുബായ് പോലെയുള്ള നഗരങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് മറ്റുള്ളവർക്ക് വിൽക്കുകയും കാഴ്ചവെക്കുകയും അതുപോലെ തന്നെ സ്വർണ്ണക്കടത്തിനും പിന്നെ അങ്ങനെയുള്ള വളരെയധികം ഇതില്ല എന്താ വെച്ചാൽ നമ്മുടെ ഭയങ്കരമായിട്ട് കുറ്റമുള്ള ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഉപയോഗിക്കുന്നതായിട്ടുള്ള വാർത്തകളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതല്ലേ. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ മോഡലുകളെയൊന്നും അധികം അങ്ങോട്ട് വിശ്വസിക്കേണ്ട. ദയാ സുജിത്തിനോടായാലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ മഞ്ജുപിള്ളയോടുമായിട്ടാണ് പറയുന്നത്. അധികം മോഡലുകളെയൊന്നും അങ്ങനെ വിശ്വസിക്കേണ്ട. കാരണം നിങ്ങളുടെ മകൾക്ക് വേണ്ടിയിട്ട് സംസാരിച്ചതെന്ന് പറഞ്ഞാൽ എല്ലാം കഴുകന്മാരാണ്. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. നിങ്ങളെ മകളെ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ദയാ സുജിത്തിനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ള തരത്തിൽ സംസാരിച്ചത് മുഴുവൻ എന്ന് പറഞ്ഞ ഇവിടുത്തെ കഴുകന്മാരാണ്. കാരണം അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെഫീന ബീബിയാണ്. ഷെഫീന ബീബി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇവിടെയും നോക്കത്തില്ല, എല്ലാം എടുത്തിട്ട് ഭാര്യ വലിച്ചോട് പറഞ്ഞു. അതുകൊണ്ട് ഷെഫീന ബീബിയെ ഇങ്ങനെയുള്ള ടീമുകൾക്ക് നല്ല ഭയമുണ്ട്. ഉള്ള കാര്യം എന്താ പറയുന്നതിന്, ഞാൻ പറഞ്ഞല്ലോ ഷെഫീന ബീബിയുടെ പല കാര്യങ്ങൾക്കും ഞാൻ ഒരു തരത്തിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ അവരുടെ ചില നിലപാടുകളുണ്ട്. തല പോയി കഴിഞ്ഞാലും ആ നിലപാടെന്ന് അവർ മാറിയിക്കത്തില്ല. അത് മനസ്സിലാക്കണം. അതുകൊണ്ട് മഞ്ജുപിള്ളയോട് പറയുന്നത്, നിങ്ങളുടെ മകളെ സപ്പോർട്ട് ചെയ്യാൻ വന്നവരെ നിങ്ങൾ അധികം നമ്പണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ കഴുകൻ കണ്ണുള്ളവരാണവർ. അതാണ്. അത് ഷെഫീന ബീബിയോടുള്ള ദേഷ്യം കൊണ്ട് മാത്രമല്ല, നിങ്ങളുടെ മകളോടുള്ള ഇഷ്ടം കൊണ്ടുമല്ല. ഷെഫീന ബീബിയെ തകർക്കാൻ വേണ്ടിയിട്ട് ഇതൊരു അവസരമായിട്ട് കണക്കൂട്ടുന്നവരാണ് ആ കഴുകന്മാർ. അതുകൊണ്ട് അതിൽ ആണും ഉണ്ട് പെണ്ണും ഉണ്ട്. അതുകൊണ്ട് ഇവറ്റകളെ നിങ്ങൾ വളരെ സൂക്ഷിച്ചോ. ഇനിയിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, ഈ ഒരു കാര്യവും പറഞ്ഞ് നമുക്ക് ഷെഫീന ബീബി അങ്ങ് തറക്കാൻ മോളെ എന്ന് പറഞ്ഞ് കുറേ അടുത്തു കൂടും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പോഴും സപ്പോർട്ടായിട്ട് വരുന്നിരിക്കുന്ന ആൾക്കാരെയൊന്നും നമ്പരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവറ്റകളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഷെഫീന ബീബി മാത്രമാണ് എൻ്റെ പൊന്നു മോളെ. അതായത് നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട് നിങ്ങളങ്ങ് പോയിക്കോളൂ, അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഇവിടെ ആരും വെറുതെ ഒന്നും ആരും കയറിയിട്ടൊന്നും നോണ്ടാന്ന് വരത്തില്ല. ഇങ്ങനെയുള്ള എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒരു കമൻറ്റോ ഇല്ലെങ്കിൽ ഒരു റിയാക്ഷനോ അത് ചെയ്തിട്ടങ്ങ് പോയിക്കോളൂ, അത്രയേ ഉള്ളൂ. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പിന്നെന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചില ആൾക്കാരുണ്ട് ഈ ദയാ സുജിത്തിൻ്റെ കാര്യം വരുമ്പോൾ അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹമോ, വേറൊരാളാണെങ്കിൽ അവർ നല്ല രീതിയിലുള്ള വിമർശനം ഉന്നയിക്കുകയും ചെയ്യും. അങ്ങനെ ഇരട്ട നിലപാടെടുക്കുന്ന കുറേ ടീമുകളെയും ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് കണ്ടു. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെഫീന ബീബി മാത്രമാണ്, അല്ലാതെ വേറൊരു തേങ്ങാക്കൊലിയല്ല. അതാണ് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നത്, നിങ്ങൾ ഇഷ്ടം പോലെ ജീവിക്കുക. നിങ്ങളെ അച്ഛന് പിന്നെ എന്താണ് അച്ഛൻ പറഞ്ഞതുപോലെ കാശ് തന്നും അടുത്തതുകൊണ്ട് ഇനി യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്ന് പറഞ്ഞപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങി.
അമ്മക്കും ഇപ്പോഴും ചിലവും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എന്താണ് യൂട്യൂബിൽ നല്ല വരുമാനവുമായി. ഏതായാലും ഷെഫീന ബീവി കാരണം തന്നെയാണ് ഇത്രയും ആൾക്കാർ അറിഞ്ഞത്. പിന്നെ എന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബർ കൗണ്ട് കൂടിയത്, വ്യൂസിൻ്റെ എണ്ണം കൂടിയത്, ഇതെല്ലാം പിന്നെ അവർ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് കൂടിപ്പോയി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഷെഫീന ബീവി ഒരിക്കലും അങ്ങനെ നിലതെറ്റാൻ പാടില്ലായിരുന്നു. അതിനി സൂക്ഷിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഷെഫീന ബീവി പറഞ്ഞത് മുഴുവൻ തെറ്റാണെന്നൊന്നും അല്ല പറയുന്നത്. അതായത് അവരെ കുറച്ച് വൈകാരികത അല്ലെങ്കിൽ കുറച്ച് ഇത് കൂടിപ്പോയായിരുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഷെഫീന ബീവി ഇങ്ങനെയുള്ള കണ്ടന്റുകളിൽ ഇടപെടണം എന്നാണ് എൻ്റെ അഭിപ്രായമാണ്. കാരണം എന്താ അറിയുക, ഇങ്ങനെയുള്ള കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ചില ആൾക്കാർ വളരെ തോന്നിവാസം കാണിക്കാറുണ്ട്. അതൊക്കെ റിയാക്ട് ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല. അവനവൻ്റെ അഭിപ്രായം പറയുന്നതിന് എന്താ. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ മോഡലിംഗ് ചെയ്യാൻ പോകുന്ന ഇപ്പം ദയാ സുജിത്തിനെ പോലെയുള്ള ഈ പെൺകുട്ടിക്ക് നല്ല ധൈര്യവും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. നമ്മൾ വിചാരിക്കുന്ന പോലൊന്നും അല്ല. അവർക്കൊക്കെ അതിൻ്റെതായ ഇതൊക്കെ ഇല്ലേ. നന്ദി, നമസ്കാരം കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വരാം.